രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നിലനിൽപ്പിനെ അവഗണിക്കുന്നതാണ് UGC റെഗുലേഷൻസ് 2025 കരട് രേഖയെന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സീറോ മലബാർ സിനഡൽ കമ്മീഷൻ. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത റെഗുലേഷൻ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഭീഷണികളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും സിനഡൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും മുന്നറിയിപ്പ് നൽകി. UGC റെഗുലേഷൻസ് 2025 കരട് രേഖയെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സീറോ മലബാർ സിനഡൽ കമ്മിറ്റി ചങ്ങനാശ്ശേരി സെന്റ് ബർക്കുമൻസ് കോളേജിൽ സംഘടിപ്പിച്ച സിംബോസിയത്തിലാണ് ബിഷപ്പുമാർ ആശങ്ക പങ്കുവച്ചത്. സാധാരണഗതിയിൽ പുതിയ നിയന്ത്രണങ്ങൾ നവീകരണത്തിനുള്ള പ്രേരണയാവണം. എന്നാൽ നിർഭാഗ്യവശാൽ പുതിയ UGC റെഗുലേഷൻസ് പിന്തിരിപ്പൻ സ്വഭാവമാണ് പുലർത്തുന്നതെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിരീക്ഷിച്ചു. പുതിയ ചട്ടങ്ങളിൽ തെളിയുന്നത് ഹ്രസ്വദൃഷ്ടിയാണെന്ന് മാർ തറയിൽ പറഞ്ഞു. സിംബോസിയം മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സിനഡൽ കമ്മിറ്റി സെക്രട്ടറി ഫാദർ റെജി പ്ലാത്തോട്ടം സ്വാഗതം ആശംസിച്ചു. ഫാദർ ജോബി കാരക്കാട്ട് UGC ചട്ടങ്ങളുടെ വിശദമായ അവതരണം നടത്തി. UGC നിർദ്ദേശങ്ങൾ പലതും രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തിന് ഹാനികരമാണെന്ന് സിംബോസിയം വിലയിരുത്തി. രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നിലനിൽപ്പിനെ അവഗണിക്കുന്ന പുതിയ UGC നിയന്ത്രണങ്ങളെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുമുള്ള പൊതുവായ ആശങ്കകൾ സംബന്ധിച്ച് കൂട്ടായ അഖിലേന്ത്യാ പ്രതികരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനേജ്മെന്റുകളുടെ പങ്ക് കുറയ്ക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ന്യൂനപക്ഷാവകാശങ്ങളുടെ ലംഘനമാകാൻ ഇടയുണ്ട്. സ്റ്റാഫ് നിയമനം, പ്രിൻസിപ്പൽ നിയമനം, റിസർച്ച് ലേഖനങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയവയിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാഠ്യേതര ചുമതലകളെ അവഗണിക്കുന്ന നയം ഈ കരട് രേഖയുടെ വലിയ പോരായ്മയാണ്. കോളേജ് അധ്യാപക നിയമനത്തിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ, യോഗ്യതാ നിർണയത്തിലെ ശ്രദ്ധേയമായ സംഭാവനകൾ തുടങ്ങിയവയിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്നും സിംബോസിയം വിലയിരുത്തി.